ഇന്ന് ഏത്തക്ക വച്ചിട്ട് നല്ലൊരു കറി വെച്ചാലോ? കാപ്പിക്കും ചോറിനും എന്തിനു വേണമെങ്കിലും ഈ കറി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. എൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം, തോടെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടുകറിക്ക് അരിയുന്നത് പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. പണ്ടാണെങ്കിൽ അമ്മിക്കല്ലൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമുക്ക് അമ്മിക്കല്ലിന് വരെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലവണ്ണം ചതച്ചെടുക്കാൻ പറ്റും. ഉള്ളിയൊക്കെ 2 പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം വെച്ച് ചതച്ചെടുക്കാം. നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ്ടോ ഈ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ടും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനോ ചീനച്ചട്ടി എന്താണെന്നുള്ളത് ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒരല്പം കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിരുന്ന ഉള്ളി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലോട്ടിടാം. ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. ഒരൽപ്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ടി വരട്ടെ. ഇഡലിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ കറിയാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരട്ടെ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അന്ന് നല്ലവണ്ണം മിക്സ് ആവട്ടെ. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ചെറിയ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഏത്തക്ക എടുത്ത് ഒന്ന് ഇതിലോട്ട് തട്ടാം. നല്ലവണ്ണം കഴുകി അതിൻ്റെ കറയൊക്കെ പോയതാണ്. 2-3 പ്രാവശ്യം കഴുകണം, എങ്കിലും അതിനൊരു ചെറിയ കറ കാണും. അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഏത്തക്കായ്ക്ക് ഇച്ചിരി കൂടുതൽ വേവുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് വേവണം. ഇതൊന്ന് അടച്ചിടാം. ഒരു 2-3 മിനിറ്റ് എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനിയും വേവാനുണ്ട്. നല്ലവണ്ണം വെന്തിട്ടില്ല. ഇച്ചിരി ഒരു ഹാഫ് വേവ് ആയതേ ഉള്ളൂ. ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഇടാം. പിന്നെ ഒരല്പം മുളക് പൊടിയും ഒരു 3/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇടാം. ഒരുപാട് മസാല കൂട്ടൊന്നും ഒരുപാടൊന്നും വേണ്ട, ഇതിന് കുറച്ച് മതി. നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി 1 കപ്പ് ചൂടുവെള്ളം, ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം. വെള്ളം ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല. ഇത് ഏത്തക്കായ്ക്ക് നല്ല വേവുള്ളതുകൊണ്ട് അത് കിടന്ന് വേവണം. ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും അതിൻ്റെ കൂട്ടെല്ലാം ഈ ഏത്തക്കായലൊക്കെ നല്ലവണ്ണം കൂട്ട് പിടിക്കുന്നേരം മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചിടാം. അതൊന്ന് വേവട്ടെ. ആ സമയം ഒരല്പം പുളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിന് പുളി ചേർക്കും. ഒരല്പം പുളി മതി, ഒരുപാടൊന്നും വേണ്ട. ഏത്തക്കായൊക്കെ ഏകദേശമൊക്കെ വെന്ത് വരാറായിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ലവണ്ണം വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരു കറി വയ്ക്കാം. ഇത് മെഴുക്ക് വരട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം, എന്ത് വേണോ ഉണ്ടാക്കാം. ഇതിൽ തോരൻ വയ്ക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിയുടെ ആ വെള്ളം ഒന്ന് ഇതിലോട്ട് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചിടാം. അതൊന്ന് വേവട്ടെ. പുളി ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി നമുക്കത് വേവുന്ന സമയം കുറച്ച് തേങ്ങ ഒന്ന്
ചിരകി എടുത്തിട്ടുണ്ട്. 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ച് ഇതിൻ്റെ പാലൊന്ന് എടുക്കാം. നല്ലവണ്ണം പാലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2ാം പാലും കിട്ടും. അതുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ആ തേങ്ങയുടെ കൊത്ത് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒന്നൊഴിക്കാം. ഇതാണ്ടോ ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ല, ഇനിയേ ഒഴിക്കത്തുള്ളൂ. വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെന്ത് ചേർന്നിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ് കേട്ടോ. ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കണം ഇതിൽ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചല്ല, ഇതൊന്ന് കുറുകി വരട്ടെ. കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം കുറുക്കേണ്ട ആവശ്യമില്ല. അതാണ്ടോ ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ കറി. ഇനി മാറ്റി വെച്ചിരുന്ന ആ തേങ്ങാപ്പാൽ ഒന്ന് ഇതിലോട്ട് ഒഴിക്കാം. നല്ല കൊഴുകൊടുത്ത പാൽ ആണ് ഒഴിക്കാനുള്ളത്. ചിലർ തേങ്ങ അരച്ച് ചേർക്കും. പക്ഷേ തേങ്ങ അരച്ച് ചേർക്കണേക്കാട്ടി ബെസ്റ്റ് ഈ തേങ്ങ പാലൊഴിക്കുന്നതാണ്. തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാതെ പറ്റത്തില്ല. തിളച്ച് കഴിയുമ്പോൾ തേങ്ങ ഒരുമാതിരി പിരിഞ്ഞ് വരും. അതുകൊണ്ട് തേങ്ങ പാലാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതാണ്ടോ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതിന് മല്ലിയില ഇടേണ്ട ആവശ്യമില്ല, കറിവേപ്പില ഇട്ടതുകൊണ്ട്. അതുപോലെ മസാല ഒന്നും പെരിഞ്ജീരകമോ മസാലയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പ ശർക്കര കൂടെ ഈ പുളിപ്പ് ഉള്ളതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ശർക്കര കൂടെ, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഇഞ്ചിയുടെയൊക്കെ കമർപ്പുള്ളത് കൊണ്ട് ഒരല്പം ശർക്കര ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഏത്തക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, കാപ്പിക്കായാലും ചോറിനായാലും. അപ്പോൾ ഓക്കെ, എല്ലാവരും ബായ്.